എല്ലാവർക്കും ടെക്ലേ മൾട്ടിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു 60,000 മാക്സിമം 61,000 പ്രൈസ് റേഞ്ചിലുള്ള ഒരു പി സി ബിൽഡിനെ കുറിച്ചാണ്. സോ നമ്മൾ നേരത്തെ ഒരു 55,000 പ്രൈസ് റേഞ്ച് നമ്മൾ പി സി ബിൽഡ് ചെയ്തായിരുന്നു. അതിൽ ചെറിയ ചെറിയ പാർട്സ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. സോ നമുക്ക് നേരെ വീഡിയോ കടന്നേക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പ്രോസറിൻ്റെ നമ്മൾ നോക്കുകയാണെങ്കിൽ സെയിം Ryzen 5 3600 തന്നെയാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. സോ അത്യാവശ്യം നല്ല കേബിൾ ആയിട്ടുള്ള പ്രോസർ തന്നെയാണ്. 6 കോർ 12 ത്രെഡാണ് വരുന്നത്. 4.2 GHz ആണ് ബൂസ്റ്റ് ക്ലോക്ക് വരിക. 35 MB ക്യാഷ് മെമ്മറി വരുന്നുണ്ട് ടോട്ടലായിട്ടുള്ളത്. പിന്നെ PCI Gen 4 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഒരു ഗ്രാഫിക്സ് കാർഡിന് ബോട്ടിലേക്കും കാര്യങ്ങളൊന്നും വരത്തില്ല. നമ്മൾ ഇവിടെ ഉപയോഗിക്കാൻ പോകുന്ന ഗ്രാഫിക്സ് കാർഡും ഒരിക്കലും ബോട്ടിലേക്കൊന്നും വരില്ല. സോ അത്യാവശ്യം കേബിൾ ആയിട്ടുള്ള ഒരു പ്രോസർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. മദർ ബോർഡിൻ്റെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ സെയിം ആസ്റോക്കിൻ്റെ B550M തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. നമ്മൾ അത് നമുക്ക് PCI 4.0 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് അപ്ഗ്രേഡ് പാത്തും വരുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ Zen 3 പോവാം. പിന്നെ വൈഫൈ ബ്ലൂടൂത്ത് ഇല്ല. നമുക്ക് USB അഡാപ്റ്റർ വെച്ച് ചെയ്യാവുന്നേ ഉള്ളൂ. മേടിച്ചിട്ട് വെച്ചാൽ മതി USB-യിൽ. സോ അത്യാവശ്യം നല്ലൊരു മദർ ബോർഡ് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ റാമിൻ്റെ നമ്മൾ നോക്കുവാണെങ്കിൽ സെയിം തന്നെ ഉപയോഗിക്കുന്നത് പേട്രിയറ്റിൻ്റെ മെമ്മറി വൈപ്പർ Elite 2 എന്ന് പറഞ്ഞ DDR4 റാമാണ്. 16 GB റാമാണ്. മീൻസ് കിറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. 8 GB രണ്ട് സ്റ്റിക്കാണ് വരുന്നത്. 3600 MHz ആണ് റാം സ്പീഡ്. അത്യാവശ്യം നല്ല സ്പീഡുള്ള റാം തന്നെയാണ് ഉപയോഗിക്കുന്നത്. മോസ്റ്റ്ലി നമുക്കിവിടെ 3200 കിട്ടാറ്. സോ നമുക്കിവിടെ ഇത്തിരി കൂടി പെർഫോമൻസ് കൂടിയ റാമാണ് ഉപയോഗിക്കുന്നത്. പിന്നെ SSD നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ വെസ്റ്റേൺ ഡിജിറ്റലിൻ്റെ SN 580 ആണ് വരുന്നത്. PCI Gen 4 ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഏതാണ്ട് 4150 MB/s ആണ് ഇതിൻ്റെ റേറ്റ് സ്പീഡ് എന്നൊക്കെ പറയും. അത്യാവശ്യം സ്പീഡുള്ളൊരു SSD തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ മോണിറ്റർ ആയാലും പറയുകയാണെങ്കിൽ ഇത് സെയിം നമ്മൾ കഴിഞ്ഞ ബിൽഡിൽ ഉപയോഗിച്ച സെയിം മോണിറ്റർ തന്നെയാണ്. ഏസറിൻ്റെ EK240Y എന്ന് പറഞ്ഞ IPS മോണിറ്ററാണിത്. ഫുൾ HD ആണ് റെസൊല്യൂഷൻ വരിക. 250 നിറ്റ്സ് ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. 100 Hz റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. പിന്നെ AMD ഫ്രീസിംഗ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ 6000 രൂപയ്ക്ക് 6500 പറ്റിയ ഏറ്റവും ബെസ്റ്റ് മോണിറ്റർ തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് കേസിൻ്റെ നമ്മൾ പറയുവാണെങ്കിൽ ആൻറ്റി സ്പോർട്സിൻ്റെ Elite 1100 എന്ന് പറഞ്ഞൊരു കേസാണ്. നമുക്ക് ഫ്രണ്ടിൽ തന്നെ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് 3 RGB ഫാൻസ് വരുന്നുണ്ട്. പിന്നെ മെഷാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല എയർ ഫ്ലോയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ പുറകിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള എക്സോസ്റ്റ് ഫാനും കാര്യങ്ങളും വരുന്നുണ്ട്. സോ അത്യാവശ്യം നല്ല കേസ് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ പവർ സപ്ലൈ ആയിട്ട് നമ്മൾ പറയുവാണെങ്കിൽ ആൻറ്റി സ്പോർട്സിൻ്റെ FP650 ആണ്. ഇത് 650 വാട്ട് ഒരു പവർ സപ്ലൈ ആണ്. 80+ ബ്രോൺ സർട്ടിഫൈഡ് ആണ് വരുന്നത്. സോ ഇത് നമുക്കൊരു ബോട്ടിനെങ്കിലും കാര്യമൊന്നും വരത്തില്ല. അത്യാവശ്യം ഇനിയും പവർ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. കാരണം 650 വാട്ട് ഉള്ളതുകൊണ്ട് തന്നെ. നെക്സ്റ്റ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമുക്കിവിടെ ഉപയോഗിക്കുന്നത് ആസ്റോക്കിൻ്റെ RX 7600 ആണ് ഉപയോഗിക്കുന്നത്. 8 GB VRAM വരുന്നൊരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഗ്രാഫിക്സ് കാർഡാണ് നമുക്കിവിടെ ഉപയോഗിക്കുന്നത്. Ryzen അല്ല RX 7000 സീരീസിലൊരു ഗ്രാഫിക്സ് കാർഡാണ്. 8 GB ആണ് വരുന്നത്. 25,299 ആണ് പ്രൈസ്. നിങ്ങൾക്കിത് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് NVIDIA ഓപ്ഷൻ അവൈലബിൾ ആണ്. NVIDIA ഗ്രാഫിക്സ് കാർഡ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ RTX 3060 അവൈലബിൾ ആണ്. 12 GB GDDR6 ആണ്. ഇത് 25,461 ചെറിയ വ്യത്യാസം വരുന്നുള്ളൂ. പക്ഷേ നിങ്ങൾ പ്യുവർ പെർഫോമൻസ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഇതിനേക്കാളും ബെറ്റർ RX 7600 തന്നെയാണ്. VRAM കൂടുതൽ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് RTX 3060-ൽ. പക്ഷേ പ്യുവർ പെർഫോമൻസ് വൈസ് നോക്കുവാണെങ്കിൽ RX 7600 ആണ് ബെറ്റർ. നെക്സ്റ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു കീബോർഡ് മൗസ് കോംബോയാണ്. ഇത് ആൻറ്റി സ്പോർട്സിൻ്റെ KM 1600 ആണ് വരുന്നത്. 3200 DPI ഒരു മൗസും വരുന്നുണ്ട്. ഇത് ബാക്ക്ലിറ്റ് ആണ് നമുക്ക് കീബോർഡൊക്കെ വരിക. സോ 700 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത്. നമ്മൾ ടോട്ടൽ പ്രൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 61,146 ആണ് വരുന്നത്. സോ ഇതിന് അത്യാവശ്യം നല്ലൊരു ബിൽഡായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. കാരണം മോസ്റ്റ്ലി 60,000 രൂപയ്ക്ക് RX 6600 ആണ് മോസ്റ്റ്ലി വെക്കാറ്. പക്ഷേ ഇവിടെ നമുക്ക് പ്രൈസ് കുറഞ്ഞിട്ടുണ്ട്. RX 7600-ന് ഇത് അത്യാവശ്യം നല്ലൊരു ബിൽഡായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇതേപോലെ വീഡിയോസ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വേറെ പ്രൈസ് റേഞ്ചിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. സോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹിറ്റ് ദ ബെൽ ഐക്കൺ ഫ്യൂച്ചർ നോക്കി നെക്സ്റ്റ് വീഡിയോ കാണാം.